പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാല ഓഫീസിൽ മാരകായുധവുമായി എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും. ഇതോടെ ഇഷ ഇനി എന്തു ചെയ്യും അഭിഷേക് എന്ന് ചോദിക്കുന്നു. ഇത് പേടിക്കാനൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാ അവൾക്ക് പ്രാന്തിളകുമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പേടിക്കാതിരിക്കൂ. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ചോദിക്കുകയാണ് ഇഷ. ഇഷ, നീ രാഹുലിനെതിരെയുള്ള ഒരു തെളിവ് ഹാജരാക്കണം. ഞാൻ എന്തായാലും പല്ലവിയെ ഉപയോഗിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. ആ കൃഷ്ണേട്ടൻ്റെ കണ്ണു വെട്ടിച്ച് പല്ലവിയെ കൊണ്ട് നമുക്ക് വേണ്ടി സാക്ഷി പറയിപ്പിക്കാൻ സാധിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാര്യങ്ങൾ അങ്ങനെ നടക്കുകയാണ് എങ്കിൽ പിന്നെ വളരെ എളുപ്പത്തിൽ അവനെ കൊടുക്കാൻ സാധിക്കും. ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ പിന്നെ ഉണ്ടാവുകയുമില്ല. മനസ്സിലായോ? ഞാൻ പല്ലവിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി നമുക്ക് കാര്യങ്ങൾ നമ്മുടെ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേസമയം കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന ദേവരാജൻ ദേവബാലയെ കാണുന്നതിനായി ഓഫീസിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ അവൾ മാനസിക നില തെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവളെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ചെല്ലുന്ന അയാൾ ഒടുവിൽ ദേവബാലയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ദേവബാലയാകട്ടെ, എന്നെ ഉപേക്ഷിക്കാൻ ശ്രമിച്ച അവനെ ഞാൻ കൊല്ലും എന്ന് ഉറപ്പിച്ചു തന്നെ നിൽക്കുകയാണ്. ഇതേ തുടർന്ന് ദേവബാലയുടെ മുന്നിലേക്ക് വരുന്ന അഭിഷേക്, മരണത്തെ എനിക്ക് ഭയമില്ല ദേവബാല, പക്ഷേ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഭയമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാ, ഞാൻ അതിന് തയ്യാറുമാ എന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും ഡിവോഴ്സിൽ നിന്ന് പിറകോട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.